Hello guys, welcome back to channel Civil Engineering Updated. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ നമ്മൾ രണ്ട് ലെക്ചർ ഓൾറെഡി നോക്കിയിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി നോക്കാം. ഇത് തേർഡ് ലെക്ചറാണ്. ഓക്കെ, സോ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കിയിരുന്നു, പെഡോജനിസിസ് സൈക്കിൾ നോക്കിയിരുന്നു, ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദ റോക്ക് ഫോർമേഷൻ ആണ്. സോ വെതറിങ്, ടു ടൈപ്സ് ഓഫ് വെതറിങ് ഉണ്ട്, ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്. ഫിസിക്കൽ വെതറിങ്ങിൽ കമ്പോസിഷനിൽ ചേഞ്ച് ആകത്തില്ല, ബട്ട് കെമിക്കൽ വെതറിങ്ങിൽ കമ്പോസിഷനിൽ ചേഞ്ച് ആകും. പിന്നെ വെതറിങ് പെഡോജനിസിസ് സൈക്കിൾ നോക്കിയിരുന്നു, വെതറിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഡിപ്പോസിഷൻ, അപ്ഹീവൽ, പിന്നെ വെതറിങ്, അങ്ങനെ സൈക്കിൾ കണ്ടിന്യൂ ആയിട്ടിരിക്കും. ഇതാണ് പെഡോജനിസിസ് സൈക്കിൾ. പിന്നെ വെതറിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ്, ടൈപ്പ് ഓഫ് സോയിൽ, പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ മാപ്പിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ എവിടേക്ക് അവൈലബിൾ ആണ് എന്നുള്ള ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ, പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. അടുത്തത് പ്രോപ്പർട്ടീസ് സോയിൽ, 3 phase സോയിൽ, എയർ, വാട്ടർ, സോളിഡ്. ഈ ഒരു കമ്പോസിഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സോയിലിൻ്റെ പ്രോപ്പർട്ടീസിനെ നല്ലോണം പഠിക്കുന്നത്. ഓക്കെ, വാട്ടർ കണ്ടൻറ്റ്, വോയിഡ് റേഷ്യോ, ഈ ഫോർമുലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോള്യൂം ഓഫ് വോയിഡ് ബൈ വോള്യൂം ഓഫ് സോളിഡ്, ഈ ഒരു ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഫൈൻ വേഴ്സസ് കോഴ്സ് ഗ്രെയിൻ സോയിൽ, അതിൻ്റെ നമ്പർ ഓഫ് വോയിഡ്സ് ഏതിലാണ് കൂടുതൽ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഫൈൻ ഗ്രെയിൻ സോയിലിൽ നമ്പർ ഓഫ് വോയിഡ്സ് കൂടുതലാണ് ദാൻ ദാറ്റ് ഓഫ് കോഴ്സ് ഗ്രെയിൻ സോയിൽ. സോ അത് കാരണം വോയിഡ്സ് ഫൈൻ ഗ്രെയിൻ സോയിൽ കൂടുതലായിരിക്കും ദാൻ കോഴ്സ് ഗ്രെയിൻ സോയിൽ. ഓക്കെ, പിന്നെ പൊറോസിറ്റി, വോള്യൂം ഓഫ് വോയിഡ് ബൈ ടോട്ടൽ സോയിൽ സാമ്പിൾ. പിന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വോള്യൂം ഓഫ് വാട്ടർ ബൈ വോള്യൂം ഓഫ് വോയിഡ്. പിന്നെ എയർ കണ്ടൻറ്റ്, പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്. പിന്നെ യൂണിറ്റ്, ബൾക്ക് യൂണിറ്റ് വെയ്റ്റ്, ഡ്രൈ യൂണിറ്റ് വെയ്റ്റ്, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് വരെ നമ്മൾ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് ആണ്. സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് question. So it is defined as the weight or mass of the soil in submerged state to the volume. So ഇത് weight അല്ലെങ്കിൽ mass of the soil by volume എന്നാണ് submerged unit weight ൻ്റെ definition. When a body is under water, buoyancy force acts upward, so net weight get reduced. This is called as submerged weight or apparent weight or buoyancy weight. So എന്താണ് submerged unit weight? ഇപ്പോൾ ഒരു നമ്മൾ സാമ്പിൾ കൺസിഡർ ചെയ്യണം. സാമ്പിൾ എന്ന് വെച്ചാൽ സബ്മേർജ്ഡ് ആണ്, അണ്ടർ വാട്ടർ ആണ്. ഓക്കെ, സോ വാട്ടറിൻ്റെ അടിയിലാണ് ഒരു സോയിൽ സാമ്പിൾ. ഓക്കെ, അതിൽ താഴെ സബ്മേർജ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വേറെ ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്വേർഡ് ത്രസ്റ്റ് അല്ലെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് ഈ സാമ്പിളിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ബൊയൻസി ഫോഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ടോട്ടൽ വെയ്റ്റിനെ റെഡ്യൂസ് ചെയ്യും ഈ ബൊയൻസി ഫോഴ്സ്. ആ ഒരു വെയ്റ്റ്, നമുക്ക് റിസൾട്ടൻറ്റ് വെയ്റ്റ് കിട്ടുന്നതിനാണ് നമ്മൾ സബ്മേർജ്ഡ് വെയ്റ്റ് എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വേണേൽ ബോഡി ഈസ് അണ്ടർ വാട്ടർ, ബൊയൻസി ഫോഴ്സ് act upward, so net weight get reduced. That is called submerged weight or apparent weight or buoyancy weight. So submerged weight നമുക്കറിയാം, ബട്ട് apparent weight ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആകും, അല്ലെങ്കിൽ buoyancy weight ചോദിച്ചാൽ കൺഫ്യൂഷൻ ആകും. സോ ഇതെല്ലാം സെയിം തന്നെയാണ്. സോ ഇതാണ് ബേസിക് ഡെഫിനിഷൻ. പിന്നെ സബ്മർജ്ഡ് വെയ്റ്റിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് മൈനസ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് മൈനസ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സബ്മേർജ്ഡ് സോയിൽ വിൽ ഓൾവേസ് ബി സാച്ചുറേറ്റഡ്, ബട്ട് നോട്ട് നെസസറി ദാറ്റ് സാച്ചുറേറ്റഡ് സോയിൽ വിൽ ഓൾവേസ് ബി സബ്മേർജ്ഡ്. എക്സാമ്പിൾ, സോയിൽ സാച്ചുറേറ്റഡ് വിത്ത് കാപ്പിലിറ്റി. സോ ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളൊരു സോയിൽ സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്, ഇവിടെ ഒരു സോയിൽ സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇതിൻ്റെ സാച്ചുറേഷൻ, ഇത് ഏത് ഏരിയ ആണെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ വാട്ടറിൻ്റെ ക്യാപ്പിലറി ഇഫക്റ്റ് കാരണം, ക്യാപ്പിലറിറ്റി കാരണം വാട്ടർ റേസ് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്യാപ്പിലറിറ്റി എന്ന് പറയും. സോ അവിടെ സാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇവിടെയും സാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു 1 ആണ്, ഇവിടെയും സാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ രണ്ട് സോയിലും സാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്യാപ്പിലറിറ്റിയിലും സാച്ചുറേഷൻ്റെ വാല്യൂ 1 ആണ്. നോർമൽ സബ്മേർജിബിൾ സാമ്പിളിലും സാച്ചുറേഷൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. എ സബ്മേർജ്ഡ് സോയിൽ വിൽ ഓൾവേസ് ബി സാച്ചുറേറ്റഡ്. ഈ ഒരു സാമ്പിൾ എപ്പോഴും സാച്ചുറേറ്റഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് നോട്ട് നെസസറി ദാറ്റ് സാച്ചുറേറ്റഡ് സോയിൽ വിൽ ഓൾവേസ് ബി സബ്മേർജ്ഡ്. ബട്ട് ഈ ഒരു സാമ്പിൾ കണ്ടോ, ഈ ഒരു സാമ്പിൾ സബ്മേർജ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഈ ഒരു സാമ്പിൾ എപ്പോഴും സബ്മേർജ് ആയിരിക്കും, ബട്ട് ഈ ഒരു സാമ്പിൾ സബ്മേർജ്ഡ് അല്ലായിരിക്കും. ബട്ട് സാച്ചുറേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ രണ്ടും സാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
weight of the submerged soil by volume of soil. ഇതാണ് ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ് ഓർ ഡെൻസിറ്റി ഓഫ് സോളിഡ്. ഇതിൻ്റെ ഫോർമുലയാണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വെയിറ്റ് ഓഫ് ദ സോളിഡ് ടു വോള്യൂം ഓഫ് സോളിഡ്. വെയിറ്റ് ഓഫ് ദ സോളിഡ് ടു വോള്യൂം ഓഫ് ദ സോളിഡ് ആണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് സോളിഡ്. ഓക്കെ, സോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ് ബിക്കോസ് ഓഫ് സോളിഡ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് വെയിറ്റ്. സാച്ചുറേറ്റഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മുടെ 2 എക്സാമ്പിൾ കണ്ടു, അതാണ് സാച്ചുറേറ്റഡ് വെയിറ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബൾക്ക് വെയിറ്റ്. ബൾക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ക്വാണ്ടിറ്റീസ് കുറച്ച് കുറവായിരിക്കും. സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ വാട്ടർ ക്വാണ്ടിറ്റീസിൻ്റെ വാട്ടർ സാമ്പിളിൻ്റെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സറൗണ്ടിങ്ങിൽ വാട്ടർ ആയിരിക്കും. ഓക്കെ, ബൾക്ക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ ക്വാണ്ടിറ്റീസ് കുറച്ച് കുറവായിരിക്കും. ഡ്രൈ എന്ന് പറഞ്ഞാൽ വാട്ടർ തീരെയില്ല, വാട്ടറിൻ്റെ റേഷ്യോ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, പിന്നെ സബ്മേർജ്ഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിരുന്നു എക്സാമ്പിൾ. സബ്മേർജ്ഡ് വെയിറ്റിൻ്റെ വാല്യൂ നിയർലി ഈക്വൽ ടു 1 ആണ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ അതും ഈക്വൽ ടു 1 ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് വെയിറ്റ് ഓഫ് സോളിഡ് ഇൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂസിൽ ചോദിക്കാറുണ്ട്, ബൾക്ക് വെയിറ്റ് ഓഫ് സോളിഡ് ഈസ് ഗ്രേറ്റർ ദാൻ സബ്മേർജ്ഡ് വെയിറ്റ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഇതിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, സോ യൂണിറ്റ് വെയിറ്റിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോളിഡ് ബൈ വെയിറ്റ് ഓഫ് വോള്യൂം ഓഫ് സോളിഡ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി. ട്രൂ ഓർ അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഹൗ മച്ച് സോളിഡ് ഈസ് ഹെവിയർ ദാൻ ഫ്ലൂയിഡ്. നമ്മൾ ഏത് ഫ്ലൂയിഡാണോ കൺസിഡർ ചെയ്യുന്നത് അതിനേക്കാൾ എത്രയധികം വെയിറ്റ് ഉണ്ട് സോളിഡിന് എന്നാണ് ഇതിൻ്റെ ബേസിക് മീനിങ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ. ഓക്കെ, വെയിറ്റ് ഓഫ് ദ സോളിഡ് ഓഫ് എ ഗിവൺ വോള്യൂം. നമ്മുടെ ഗിവൺ വോള്യത്തിൽ വെയിറ്റ് ഓഫ് സോളിഡ് എത്രയാണ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഓഫ് സെയിം വോള്യൂം. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ത് വേണോ ആകും. നമ്മൾ സീവേജിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സീവേജ് ആയിരിക്കും. വാട്ടറിൻ്റെ നമ്മൾ വാട്ടർ സാമ്പിളിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ടർ ആയിരിക്കും. അതായത് അല്ല, നമ്മുടെ ഏതെങ്കിലും സാമ്പിളിൻ്റെ നമ്മൾ ഡിഫറെൻറ്റ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിൽ വേരിയേഷൻ വരാറുണ്ട്. സോ ഇത് മാറിക്കൊണ്ടേയിരിക്കും സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. സോ അത് ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ സോളിഡ് ബൈ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡാണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജനറൽ സോളിഡ് ബൈ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഓക്കെ, അതാണ് ട്രൂ ഓർ അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബൾക്ക് ഓർ മാസ് ഓർ അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ അറിയാം, അപ്പാരൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ഹൗ മച്ച് സോയിൽ ഈസ് ഹെവിയർ ദാൻ ഫ്ലൂയിഡ്. സോയിൽ എത്രയായിരിക്കും ഹെവിയർ ദാൻ ഫ്ലൂയിഡ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇതിൽ നമ്മൾ സോളിഡ് ആയിരുന്നു, ഇതിൽ സോയിലാണ്. ഓക്കെ, അതാണ് ഡിഫറൻസ്. സോയിലിൽ വോയിഡ്സ് ഓഫ് എയറും ഇൻവോൾവ് ആണ്. സോ ഒബ്വിയസ്ലി അതിൻ്റെ ഇഫക്റ്റ് കുറയും. ഓക്കെ, വെയിറ്റ് ഓഫ് ദ സോയിൽ ഓഫ് ദ ഗിവൺ സാമ്പിൾ ബൈ വെയിറ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഓഫ് സെയിം വോള്യൂം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്ന ഫോർമുല എന്ന് പറയുമ്പോൾ weight of the soil by weight of the standard fluid of same volume. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും മാസ് സ്പെസിഫിക് ഗ്രാവിറ്റിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മുടെ ഇവിടെ കാണാം ഇത് ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വലൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി. ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ നോക്കിയിരുന്നു. ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡിനേക്കാളും കുറവാണ്. അതേപോലെയാണ് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റിനേക്കാളും കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഡിഫറെൻറ്റ് സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇത് എക്സാക്ട് വാല്യൂ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിൻ്റ് ഓഫ് വേസിൽ ചോദിക്കാറുണ്ട്. സ്റ്റാൻഡ് ആൻഡ് ഗ്രേവലിൻ്റെ വാല്യൂ സ്പെസിഫിക് ഗ്രാവിറ്റി 2.6 to 2.68. ഇത് എക്സാക്റ്റ് ആണ്. സിൽട്ട് ആൻഡ് സിൽറ്റി ക്ലേയിൻ്റെ 2.66 to 2.77. ഇനോർഗാനിക് ക്ലേയിൻ്റെ 2.7 to 2.8. സോയിൽ വിത്ത് ഹൈ മിക്ക ഓർ അയൺ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 to 2.8 ആണ്. സോ ഇതിൽ മിനറൽസ് ആണ് മിക്ക ആൻഡ് അയൺ. അപ്പോൾ നമുക്കറിയാം മിനറൽസിൻ്റെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എടുക്കുകയാണെങ്കിൽ 7.9 ആണ് അപ്രോക്സിമേറ്റ്ലി വരാറുള്ളത്. സോ ആ ഒരു മിനറൽ വളരെ പൗഡേർഡ് ഫോമിൽ സോയിലിൽ പ്രസൻറ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു സാൻഡ് ആൻഡ് ഗ്രേവൽ. അത് കാരണമാണ് മിനറൽസിൻ്റെ കമ്പോസിഷൻ ഉള്ളപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നത്. ചില എക്സാംസിൽ ചോദിക്കാറുണ്ട് മിനറൽസിൻ്റെ കമ്പോസിഷൻ ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുവാണോ അതോ കുറയുവാണോ ചെയ്യുന്നത്. അപ്പോൾ മിനറൽസ് കാരണം സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഓർഗാനിക് സോയിൽ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും കുറവാണ് സ്പെസിഫിക് ഗ്രാവിറ്റി 1 to 2 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, സോ ഇതിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് ഏകദേശം നമുക്ക് പഠിക്കാൻ പറ്റും. 2.6 to 2.7 ആണ് സാൻഡിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ. ഇനോർഗാനിക് ക്ലേ എന്ന് പറഞ്ഞാൽ 2.7 to 2.8. അതേപോലെ മിനറൽസ് ഉണ്ടെങ്കിൽ 2.7 to 2.85. ഓക്കെ, പിന്നെ ഓർഗാനിക് ആണെങ്കിൽ 1 to 2. ഓക്കെ, ഇനി കൺക്ലൂഡ് ചെയ്യാം നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്.
ഫൈൻ ഗ്രെയിൻ സോയിൽ ഹാവ് മോർ സ്പെസിഫിക് ഗ്രാവിറ്റി. ഫൈൻ ഗ്രെയിൻ സോയിലിനാണ് കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ളത്. എന്താണ് റീസൺ എന്ന് വെച്ചാൽ മോളിക്യൂൾസ് ആർ ടൈറ്റ്ലി പാക്ഡ്. അതിൻ്റെ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു നിങ്ങളൊരു സാമ്പിൾ എടുക്കണം, അതിൻ്റെ കമ്പാക്ഷൻ വളരെ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ടൈറ്റ്ലി പാക്ഡ് വോയിഡ്സ് വളരെ കുറവാണെങ്കിൽ നമ്മളതിനെ ഒരു കട്ടിയായി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു സാമ്പിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വോയിഡ്സ് വളരെ കുറവാകുമ്പോൾ മോളിക്യൂൾസ് വളരെ ടൈറ്റ്ലി പാക്ഡ് ആകുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. സോ അത് കാരണം ഫൈൻ ഗ്രെയിൻ സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇനോർഗാനിക് സോയിൽ. ഇനോർഗാനിക് സോയിൽ നമ്മൾ നോക്കിയിരുന്നു, അതിൻ്റെ എക്സാക്റ്റ് വാല്യൂസ് നോക്കിയിരുന്നു. ഇനോർഗാനിക് ക്ലേൻ്റെ 2.7 to 2.8 ആണ്. ഇനോർഗാനിക് സോയിലിൻ്റെ ഓർഗാനിക് സോയിലിനേക്കാളും കുറവായിരിക്കും. അതാണ് കൺക്ലൂഷൻ. ഓക്കെ, ഓർഗാനിക് സോയിലിന് 1 to 2. ഓക്കെ, അതിനേക്കാളും കൂടുതലായിരിക്കും ഇനോർഗാനിക് സോയിൽ. സോ ഇനോർഗാനിക് സോയിലിൻ്റെ ഓർഗാനിക് സോയിലിനേക്കാളും കൂടുതലായിരിക്കും. അതേപോലെ ഫൈൻ ഗ്രെയിൻ സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും ബിക്കോസ് ഓഫ് ദ മോളിക്യൂൾസ് ടൈറ്റ്ലി പാക്ഡ് ആണ്. പിന്നെ വിത്ത് ഇൻക്രീസ് ഇൻ മിനറൽ കണ്ടൻറ്റ് കൂടുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ്. ഞാൻ പറഞ്ഞ പോലെ മിനറൽ കണ്ടൻറ്റ്സ് കൂടുവാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ആവും. ഇൻ സോയിൽ metals have metals are more hence specific gravity will be more. സോ ഇതിൽ മെറ്റൽസ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞ സെയിം മീനിങ് ആണ്. മെറ്റൽസ് അല്ലെങ്കിൽ മിനറൽസ് അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻഡെക്സ് ഓർ റിലേറ്റീവ് ഡെൻസിറ്റി ഓർ ഡിഗ്രി ഓഫ് ഡെൻസിറ്റി ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻറ്റ് between void ratio of the loosest state and natural state. Loosest state in the void ratio and natural state in the void ratio divided by difference between void ratio of the loosest state and densest state. Okay, so ഇവിടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഡെൻസ് ആയിരിക്കും. നമ്മുടെ ഡെൻസിറ്റി വളരെ കൂടുമ്പോഴാണ് വോയിഡ് റേഷ്യോ മിനിമം ആകുന്നത്. അതേപോലെ ഡെൻസിറ്റി വളരെ കുറയുമ്പോഴാണ് വോയിഡ് റേഷ്യോ മാക്സിമം ആകുന്നത്. ഇത് നാച്ചുറൽ സ്റ്റേറ്റ്. നമ്മൾ ഒരു സാമ്പിളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഒന്ന് കോമ്പാക്ട് ചെയ്യാത്തൊരു സാമ്പിൾ അല്ലെങ്കിൽ നമ്മളൊരു സൈറ്റിലൊരു സാമ്പിൾ ചുമ്മാ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് നാച്ചുറൽ സ്റ്റേറ്റിലെ ഒരു വോയിഡ് റേഷ്യോ വരുന്നത്. ഓക്കെ, സോ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം കമ്പാക്ട് ചെയ്തു മാക്സിമം വോയിഡ് റേഷ്യോ ഉള്ളത് ലൂസസ്റ്റ് സ്റ്റേറ്റ്. നമ്മൾ കമ്പാക്ട് ചെയ്യാത്ത സാമ്പിളിനെയും നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റിനെയും മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ സെയിം സോയിലിനെ എടുത്തിട്ട് കമ്പാക്റ്റ് ചെയ്ത ഒരു സോയിലിനെ മൈനസ് ചെയ്യണം. അതിനെ പറയുന്ന റേഷ്യോ ആണ് ഈ ഡെൻസിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓർ ഡിഗ്രി ഓഫ് ഡെൻസിറ്റി. ഓക്കെ, സോ മനസ്സിലായല്ലോ അല്ലേ? പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ കൊഹേഷൻലെസ് സോയിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. കൊഹേഷൻലെസ് സോയിലിൽ മാത്രമാണ് ആപ്ലിക്കബിൾ. കൊഹസീവ് സോയിലിൽ ആപ്ലിക്കബിൾ ആവത്തില്ല. ഓക്കെ, നോട്ട് ടെൽ ദ വാല്യൂ ഓഫ് ദ കൊഹസീവ് സോയിൽ ആസ് അൺസർട്ടനിറ്റീസ് ആർ ഇൻവോൾവ് ടു ഫൈൻഡ് വോയിഡ് റേഷ്യോ ഇൻ ദ ലൂസർ സ്റ്റേറ്റ്. സോ ഒബ്വിയസ്ലി ലൂസർ സ്റ്റേറ്റ് അല്ലെങ്കിൽ കൊഹസീവ് സോയിൽ ആകുമ്പോൾ അതിൻ്റെ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് മൈന്യൂട്ട് ആയിരിക്കും. അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ വളരെ പാടായിരിക്കും. വോയിഡ് റേഷ്യോ അല്ലെങ്കിൽ ലൂസർ സ്റ്റേറ്റിൽ കണ്ടുപിടിക്കാൻ വളരെ പാടായിരിക്കും. സോ അത് കാരണം നമ്മൾ എടുക്കുന്നത് കൊഹേഷൻലെസ് സോയിലിൻ്റെ മാത്രമാണ് റിലേറ്റീവ് ഡെൻസിറ്റി കൺസിഡർ ചെയ്യുന്നത് ദാൻ ദാറ്റ് ഓഫ് കൊഹേസീവ് സോയിൽ. ഓക്കെ, കൊഹേസീവ് സോയിൽ നമ്മൾ ഡെൻസിറ്റി കൺസിഡർ ചെയ്യത്തില്ല. കൊഹേഷൻലെസ് സോയിലാണ് ഡെൻസിറ്റി കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 1. ഇൻ നാച്ചുറൽ സ്റ്റേറ്റ് സോയിൽ ഈസ് ഇൻ ലൂസർ സ്റ്റേറ്റ് ഓർ ഡെൻസർ സ്റ്റേറ്റ്. ഇതിൻ്റെ 0 എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ നാച്ചുറൽ സ്റ്റേറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ മാക്സിമം നമ്മൾ വോയിഡ് റേഷ്യോ മിനിമം അല്ലെങ്കിൽ കമ്പാക്റ്റ് ചെയ്ത് ഈ ഒരു നാച്ചുറൽ സ്റ്റേറ്റിനെ കമ്പാക്റ്റ് ചെയ്ത് നമ്മൾ മിനിമം വോയിഡ് റേഷ്യോയിലാക്കി കമ്പാക്റ്റ് ചെയ്ത് വോയിഡ് റേഷ്യോ ഫുൾ റെഡ്യൂസ് ചെയ്ത് അപ്പോൾ ഈ വാല്യൂ എന്താവും? ഈ മിനിമത്തിൻ്റെ ഇക്വലൻ്റ് ആവും. അപ്പോൾ ഈ മിനിമം ആകുമ്പോൾ ഈ വാല്യൂ ഫുൾ ക്യാൻസൽ ഔട്ട് ആയിട്ട് 1 ആവും. ഓക്കെ, അതേപോലെ നമ്മൾ ഏതെങ്കിലും സാമ്പിളിനെ കമ്പാക്റ്റ് ചെയ്യാതെ ലൂസസ്റ്റ് സ്റ്റേറ്റിൽ വെച്ചേക്കുവാണ്. അപ്പോൾ വോയിഡ് റേഷ്യോ വളരെ മാക്സിമം ആയിരിക്കും. അപ്പോൾ ഈ നാച്ചുറലിൻ്റെ വാല്യൂ ഈ മാക്സ് ആകും. ഓക്കെ, ഈ മാക്സ് ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആകും. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് നമുക്ക് മനസ്സിലായി 0 to 1 ആണ് ഇതിൻ്റെ റേഞ്ച്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻ ഓൾസോ റിപ്രസെൻറ്റ് ഇൻ ഡെൻസ്നെസ്. ഇത് ഡെൻസ്നെസ് ഫോമിലും റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഡെൻസ്നെസ് ഫോമിൽ എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വോയിഡ് റേഷ്യോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ആണ്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെൻസിറ്റി കൂട്ടുമ്പോൾ വോയിഡ് റേഷ്യോ കുറയും.
സോറി ഡെൻസിറ്റി കുറയ്ക്കുമ്പോൾ വോയിഡ് റേഷ്യോ കൂടും, അതേപോലെ ഡെൻസിറ്റി കൂട്ടുമ്പോൾ വോയിഡ് റേഷ്യോ കുറയും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സ് റിലേഷനാണ്. സോ അതാണ് നമ്മൾ ആ ഫോർമുലനെ റീഅറേഞ്ച് ചെയ്തപ്പോഴാണ് ഇത് വരുന്നത്. 1 ബൈ ഡെൻസിറ്റി മിനിമം മൈനസ് 1 ബൈ നാച്ചുറൽ ഡെൻസിറ്റി ആണ്, അതേപോലെ 1 ബൈ ഡെൻസിറ്റി മിനിമം മൈനസ് 1 ബൈ ഡെൻസിറ്റി ഓഫ് മാക്സിമം സ്റ്റേറ്റ്. സോ ഇതാണ് ഇതിൻ്റെ ഫോർമുല. സോ രണ്ട് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ഫോർമുല പഠിച്ചാൽ മതി, നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡെൻസിറ്റി മിനിമം ആകുമ്പോഴാണ് വോയിഡ് റേഷ്യോ മാക്സിമം ആകുന്നത്. ഓക്കെ, അതേപോലെ ഡെൻസിറ്റി മാക്സിമം ആകുമ്പോഴാണ് വോയിഡ് റേഷ്യോ മിനിമം ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0 to 15, 15 to 35. 0 to 15 ആണെങ്കിൽ വെരി ലൂസ്, 15 to 35 ആണെങ്കിൽ ലൂസ്. മീഡിയം ഡെൻസ് എന്ന് പറയുമ്പോൾ 35 to 65, 65 to 85 ആണെങ്കിൽ ഡെൻസ്, 85 to 100 ആണെങ്കിൽ വെരി ഡെൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാല്യൂ ഡയറക്റ്റ് ഈ വാല്യൂ ഡെൻസിറ്റി ഇൻഡെക്സ് തന്നിട്ട് ഏത് സോയിലാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഡെൻസ്നെസ് തന്നിട്ട് അതിൻ്റെ റേഞ്ച് എന്താണെന്ന് ചോദിക്കാം. സോ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി എല്ലാം കൺക്ലൂഡ് ചെയ്ത ഒരു ഫോർമുലാസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബേസ് എന്തായാലും ക്വസ്റ്റ്യൻസ് 5-6 എണ്ണം കാണും. ഓക്കെ, സോ എല്ലാ എക്സാംസിലും ഇമ്പോർട്ടൻ്റ് ആണ്. സോയിൽ ബേസ് എക്സാമ്പിൾ ജിയോ ടെക്നിക്കൽ ബേസ് ഇപ്പം ഇമ്പോർട്ടൻസ് ആണെങ്കിൽ ഇതിൻ്റെ വെയിറ്റേജ് വളരെ കൂടുതലാണ്. ഈ ഒരു ഫോർമുലാസിൻ്റെ വെയിറ്റേജ്, എല്ലാ ഫോർമുലാസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഫോർമുലാസും ഇതിനെ ഡിറൈവ് ചെയ്ത് കിട്ടിയ ഒരു ഫോർമുലാസാണ്. സോ ഈ ഫോർമുലാസും വളരെ ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഒരു ഫോർമുലാസ് ഇതിന് നമ്മൾ പഠിക്കുന്നത് സേവാഗ് എന്ന ഫോർമുല ബേസ്ഡ് ആണ്. SC=WG വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോർമുല. ഓക്കെ, ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഫോർമുല പൊറോസിറ്റി വേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർമുല നമ്മൾ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ വോള്യൂം ബേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ എല്ലാ ഫോർമുലസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു ഏതെങ്കിലും പിന്നെ ഈ ഫോർമുലൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല മാത്രം പഠിക്കുകയാണെങ്കിൽ സാച്ചുറേഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂ കിട്ടുന്ന വെച്ചാൽ സാച്ചുറേഷൻ =1 ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല കിട്ടും. അതേപോലെ സാച്ചുറേഷൻ =0 ആണെങ്കിൽ നമുക്ക് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കിട്ടും. സോ അങ്ങനെ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. സബ്മർജ് യൂണിറ്റ് വെയിറ്റ് സാച്ചുറേറ്റഡ് മൈനസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ എഞ്ചിനീയറിൻ്റെ കൺസേൺ ചെയ്യുമ്പോൾ ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സോയിൽ സാമ്പിൾ വിത്ത് വോയിഡിനെ നമ്മൾ മാഗ്നിഫൈഡ് ചെയ്താണ് നോക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു എന്ന് പറഞ്ഞാൽ സോളിഡ് ആണ്. സോയിലിൻ്റെ സോളിഡ് സാമ്പിളിൻ്റെ കൺസിഡർഡ് ആണ് സോളിഡ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാണുന്നതാണ്, ഗ്രീൻ കളറിൽ കാണുന്നത് സ്ട്രക്ചറൽ വാട്ടർ. ഓക്കെ, അതേപോലെ ബാക്കി ഈ ഒരു ഫുൾ സർഫസ് എന്ന് പറഞ്ഞാൽ വോയിഡിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഒരു സോയിൽ സാമ്പിളിന് എടുത്തേക്കുവാണ്. സോ ഇതാണ് പോർ വാട്ടർ. ഈ ബ്ലൂ കളറിൽ കാണുന്നത് പോർ വാട്ടർ. ഓക്കെ, സോ പോർ വാട്ടർ മെയിൻലി ഓഫ് 2 ടൈപ്സ് ആണ്. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയും, പിന്നെ കാപ്പിലറി വാട്ടർ എന്ന് പറയും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ബൈ കാപ്പിലാരിറ്റി ആക്ഷൻ കാരണം ലിഫ്റ്റ് ചെയ്യുന്ന വാട്ടറിനെയാണ് പോർ വാട്ടർ എന്ന് പറയുന്നത്. സോ ഈ ബ്ലൂ റേഞ്ചിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഫ്രീ വാട്ടർ ഓർ ഗ്രാവിറ്റി വാട്ടർ പ്ലസ് കാപ്പിലറി വാട്ടർ നമുക്ക് കാണാൻ പറ്റും ഈ ബ്ലൂ റേഞ്ചിൽ. അതേപോലെ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഫ്രീ വാട്ടർ അല്ലെങ്കിൽ ഗ്രാവിറ്റി വാട്ടർ എന്താണ് പറയുന്നത് വെച്ചാൽ ഫിൽ വോയിഡ്സ് അപ്പ് ടു ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ലെവൽ എന്ന് വെച്ചാൽ അതിനെ ഗ്രൗണ്ട് വാട്ടർ എന്നാണ് പറയുന്നത്. അതിൻ്റെ പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ വരെ ഫില്ലായിരിക്കും. ഓക്കെ, പിന്നെ ഇതിനെ ഫ്രീ വാട്ടർ എന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇതിന് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഇതിനെ ഫ്രീ വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ ഗ്രാവിറ്റി വാട്ടർ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഓൺലി സെൽഫ് വെയിറ്റ് ആണ് ഇതിൽ ആക്ടിങ്, അതുകൊണ്ടാണ് ഇതിനെ ഗ്രാവിറ്റി വാട്ടർ എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക് എക്സ്പ്ലനേഷൻ ഓഫ് സെയിം വാട്ടർ. ഈ ഒരേ വാട്ടർ കണ്ടൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പേരിൽ അറിയപ്പെടുന്ന അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ടാണ് അത് വന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇത് രണ്ടും പോർ വാട്ടറിലാണ് പോർ വാട്ടറിൻ്റെ കാറ്റഗറിയിലാണ് രണ്ടും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ വാട്ടർ. കെമിക്കലി കമ്പൈൻഡ് വാട്ടറിനെയാണ് സ്ട്രക്ചറൽ വാട്ടർ എന്ന് പറയുന്നത്. ഈ ഗ്രീൻ കളറിൽ അതാണ് സ്ട്രക്ചറൽ വാട്ടർ, കെമിക്കലി കമ്പൈൻഡ്. സോ നമ്മുടെ എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ ഇല്ല, നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകത്തില്ല. ബിക്കോസ് 110 ഡിഗ്രി കൂടുതലാണെങ്കിൽ മാത്രമേ സ്ട്രക്ചറൽ വാട്ടർ ഡാമേജ് ആകത്തുള്ളൂ, ഡിസ്റ്റർബ് ആകത്തുള്ളൂ. എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, ബിക്കോസ് നമ്മൾ അത്രയും ടെമ്പറേച്ചർ ഒന്നും റൈസ് ചെയ്യാനില്ല. ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അബ്സോർബ് വാട്ടർ ഈ ഒരു കാറ്റഗറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അബ്സോർബ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു അഡേഷൻ ഓവർ സർഫസ്. അബ്സോർബ് എന്ന് പറഞ്ഞാലേ എന്താണെന്ന് വെച്ചാൽ ഒരു സാമ്പിളിൻ്റെ സറൗണ്ടിങ്ങിൽ അക്യുമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡ്ഹർ ആവുക, അതിനെയാണ് അബ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. ഡ്യൂ ടു അഡേഷൻ ഓവർ ദ ഫ്രീ സർഫസിൽ അഡ്ഹർ ആവുകയാണ്. ഈ ഒരു സാമ്പിൾ ഇതായിരുന്നു ഒറിജിനൽ സാമ്പിൾ, അതിൻ്റെ സറൗണ്ടിങ്ങിൽ ഒരു ബ്ലൂ കോട്ടിംഗ് ഉണ്ടോ, ഈ ബ്ലൂ കോട്ടിംഗ് ആണ് ഹൈഡ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സോയിലിൻ്റെ കോൺടാക്റ്റിൽ വരുന്ന വാട്ടറിനെയാണ് ഹൈഡ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മുകളിലൊരു യെല്ലോ ഫിലിം, അതാണ് ഫിലിമിനെയാണ് നമ്മൾ പറയുന്നത് ഫിലിം വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിൻ്റെ സറൗണ്ടിങ്ങിൽ ആകുന്ന വാട്ടറിനാണ് ഫിലിം വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ടും അബ്സോർബ്ഡ് വാട്ടറിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ടു ഡിറ്റർമൈൻ ഡിഫറെൻറ്റ് വാട്ടർ കണ്ടൻ്റ് ആണ്. ടെസ്റ്റാണ് അടുത്തത്. സോ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതുവരെ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.